ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാം. നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ പ്രധാനപ്പെട്ടതായിട്ട് എന്ത് കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കാൻ പോണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലത്തെ പോലെ ഞാൻ ടാരോ അതിൻ്റെ സംശയങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കേൾക്കാം. അപ്പോൾ ഡിവൈൻ മെസ്സേജ് കഴിഞ്ഞിട്ട് ഞാനത് പറയാം. അപ്പോൾ എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇതിൽ പഠിക്കണം എന്നൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ളവർ മാത്രം കേട്ടാൽ മതിയുള്ളൂ. ഞാൻ ഇപ്പോൾ ആദ്യം അത് ചേർക്കുമ്പോൾ പിന്നെ അത് സ്കിപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് അവർക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ അവസാനം പറയാം. നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം. ഇന്ന് നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ആകാംക്ഷയിലാണെന്നാണ് കാണുന്നത്. ശരിക്കും ഒരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു വൈബായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ഒന്നുകിൽ ഒരു യാത്ര പോകുന്നതിൻ്റെ ഒരു ത്രില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറെ നാളായിട്ട് ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിൻ്റെ ഒരു ത്രില്ലായിരിക്കാം. അങ്ങനെ ഒരു പുതിയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഇത് കുറേ ആൾക്കാർക്ക് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അങ്ങനത്തെ ഒരു ത്രില്ലുണ്ടായിരിക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇതിനകത്ത് രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ചില ആൾക്കാർ പാസ്റ്റിൽ ഇത് സ്റ്റക്കായി നിന്ന ഒരു എനർജി ആയിരിക്കാം. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം വേണം, പക്ഷെ നിങ്ങളത് കുറച്ചുകൂടി ആലോചിച്ച് അത് തീരുമാനമെടുത്താണ് ഈ മുന്നോട്ട് പോകണമെന്നാണ് കാണുന്നത്. ഇത് നൈറ്റ് ഓഫ് പെൻറ്റക്കിളും ഇത് നൈറ്റ് ഓഫ് സോർട്സും ആണ്. അപ്പോൾ നിങ്ങൾ സ്റ്റക്കായി നിന്നൊരു കാര്യം ഇന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചിലപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം, ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരുന്ന ആൾക്കാർ അത് ഇന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തെ ദിവസം വീണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ജഡ്ജ്മെൻ്റാണ്. എന്തിൻ്റെയൊക്കെ ജഡ്ജ്മെൻ്റാണെന്ന് നമുക്ക് നോക്കാം. ഒരു ന്യായവിധി നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റാണ്. ഇതിനകത്ത് എല്ലാം നൈറ്റാണ് വന്നിട്ടുള്ളത്. നൈറ്റ് എന്ന് പറയുന്നത് ഒരു യൗവനത്തിൻ്റെ എനർജിയാണ്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അത് പ്രായം ഇതിൽ കണക്കിലെടുക്കുന്നതല്ല. നമ്മളുടെ ഒരു എനർജി ആ ഒരു ലെവലിലുള്ളതാണ്. ഇതിൽ നൈറ്റ് ഓഫ് സോർട്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് വാൻസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശരിക്കും ഇന്നത്തെ ദിവസം ഒരു ത്രില്ലുണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ലാണ് അത്. നിങ്ങളുടെ പ്രായം ഒന്നും നോക്കാതെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കാം, ചില കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങുന്നതായിരിക്കാം. ചില ആൾക്കാർക്ക് ഒരു പ്രണയം വരുന്നതിൻ്റെ ആയിരിക്കാം. ചില ആൾക്കാർ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ തന്നെ ഒരുപാട് പ്രണയിക്കുന്നതായിരിക്കാം. എന്ത് തന്നെയായാലും കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ അത് റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളെ സ്റ്റക്കാക്കി വെച്ച, നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ മുന്നോട്ട് പോകാൻ നിങ്ങളെ തടഞ്ഞിരുന്ന എന്തൊക്കെയോ കാര്യങ്ങളെ നിങ്ങൾ മാറ്റി നിങ്ങൾ വളരെ ശരിക്കും ഒരു യുവാവിൻ്റെ ഒരു എനർജിയാണ്. അതും ഒരു ധൈര്യം കൂടുതലായിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങൾ അങ്ങനെ ധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെ ഉയർന്ന തലത്തിൽ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ
പ്രശ്നങ്ങളെ നിങ്ങൾ ശരിക്കും ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വളരെ താഴ്ന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളൊക്കെ വളരെ ശരിക്കും നിങ്ങളെക്കാളും വളരെ ലോ എനർജിയുള്ള ആൾക്കാരാണെന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്നായിരിക്കും നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്, നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കും ഈ സമയം. അതുകൊണ്ടാണ് ഇതിൽ കണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങൾ വളരെ ഉയരത്തിൽ ശരിക്കും വളരെ സ്പീഡിൽ വളരെ ഉയരത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം വളരെ ചെറുതായിരിക്കും. നമ്മളുടെ പ്രശ്നങ്ങളുടെ കൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ താഴ്ന്ന ലെവലിലോ നിന്നിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്കതൊക്കെ വളരെ വലിയ കാര്യമായിട്ട് തോന്നണത്. പക്ഷേ ഇന്ന് നിങ്ങൾ ഏറ്റവും ഒരു ഹയർ ലെവലിൽ നിന്ന് ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ റിലീസായ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ഇന്നൊരു ന്യായവിധി നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ കോർട്ട് സംബന്ധമായിട്ടുള്ള കേസൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, ഇന്ന് കോർട്ടുമായി എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പം നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭാഗ്യം അനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗ്യത്തിന് അനുകൂലമായിരിക്കും എന്നാണ് കാണുന്നത്. 9 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ, അത് ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളൊന്നും ഒന്നുമല്ല, അതൊക്കെ ഈ സമയം വളരെ ചെറുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് കണ്ടല്ലോ, നിങ്ങൾ ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച് ഡിപ്രഷനായിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ യഥാർത്ഥത്തിൽ ആലോചിച്ചപ്പോൾ അതൊന്നും ഒരു കാര്യവും ഇല്ലാത്ത കാര്യമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിത് റിലീസ് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇന്ന്. പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇത് കണ്ടില്ലേ, വളരെ സ്പീഡാണ്. നിങ്ങൾക്ക് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ്, ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ജീവിതത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ വളരെ ത്രില്ലിൽ കാണുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അതിനുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാസ്റ്റിൽ ചെയ്തിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, പല ഹീലിംഗ് ടെക്നിക്സ് പഠിക്കും, പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് പഠിക്കും, പലതരത്തിലുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യും. പക്ഷേ ഒന്നും അവർ പ്രാക്ടിക്കലായിട്ട് അത് ഉപയോഗിക്കില്ല. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ പഠിച്ച എന്തെങ്കിലും കാര്യം അത് ഓരോന്നായിട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കണം, അത് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്ത് തുടങ്ങിയതായിരിക്കും, പകുതി വെച്ച് നിർത്തിപ്പോയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളത് വീണ്ടും ചെയ്ത് പൂർത്തിയാക്കണം എന്ന് തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത്. ഇന്ന് ചിലപ്പോൾ ചില ആൾക്കാർ ഒരു പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യുന്നൊരു ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ചില പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു അങ്ങനത്തെ ഒരു എനർജി ഇന്ന് ഉണ്ടെന്ന് കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളോട് വളരെ സ്നേഹവും സഹാനുഭൂതിയൊക്കെ പ്രകടിപ്പിക്കും എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം നമ്മളോട് സ്നേഹം കാണിക്കണം, നമ്മളോട് സ്നേഹവും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. എപ്പോഴും എല്ലാവരും കൂടെയുള്ളവരെ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ കുട്ടികളെയോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കാര്യം മാത്രം കൂടുതൽ ശ്രദ്ധിച്ച് നമ്മളുടെ കാര്യം മറന്നു പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ടെന്നല്ല, പക്ഷേ മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളെ കാര്യവും ചെയ്യണം എന്നൊരു തോന്നലുണ്ടാവും എന്നാണ് കാണുന്നത്. ഇന്ന് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഒന്നിലും ഒരു ആകുലതയും ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
സെൽഫ് ലവ് ആണ്. അപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം ആദ്യം നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മളുടെ മനസ്സിനും ശരീരത്തിനും നമ്മളുടെ ആത്മാവിനും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര എക്സർസൈസൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നി ചിലപ്പോൾ എക്സർസൈസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളൊരു സെൽഫ് ടോക്കൊക്കെ നടത്തുന്നുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. 6 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഒരു വളരെ പ്രതീക്ഷയോടെ ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നു. ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. വളരെ ശാന്തമായ ഒരിടത്തേക്ക് വളരെ പ്രതീക്ഷയോടെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ ശാന്തമായ ഒരു സമയം എത്തിയിരിക്കുന്നു, ഒരു ശാന്തതയോടെ ജീവിക്കാനുള്ളൊരു സമയം എത്തിയിരിക്കുന്നു എന്നുള്ളൊരു ഇതും കാണുന്നുണ്ട് ഇതിനകത്ത്. സോറി. 7 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ബിസി ആയിരിക്കും. നിങ്ങളുടെ ആ ഒരു ബിസി ആയിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ആൾക്കാരും വരും എന്നാണ് കാണുന്നത്. നിങ്ങളിന്ന് ഹെൽപ്പ് ചെയ്യാൻ ആൾ വരും. അപ്പോൾ അത് ഏത് തരത്തിലായാലും, ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസയ്ക്കാണ് ആവശ്യമെങ്കിൽ ചിലപ്പം നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ സഹായിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും എന്നാണ് കാണുന്നത്. 5 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഒരു തളർന്നു പോയി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോയി എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു രക്ഷ വരുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് പോകാനൊരു വഴി കാണിച്ചു തരുന്നു. ഇപ്പം മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, അപ്പോൾ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് ചിലപ്പോൾ ഒരു ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്നതായിരിക്കാം. ചിലപ്പം മറ്റ് ആൾക്കാർ നിങ്ങളോട് പറയുന്നതായിരിക്കാം. കാരണം ഒരുപാട് തളർന്ന് ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു ഗൈഡൻസ് കിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. 5 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളൊരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിച്ചിരുന്ന എന്തോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് എസ്കേപ്പ് ആകാൻ പറ്റുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അസുഖത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ക്യൂർ ആകുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. സോറി. 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇതും ഒരു ട്രാവലാണ്. ഇന്ന് ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ നിങ്ങളൊരു വിസയൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ട്രാവലിൻ്റെ ഒരു അനുമതി കിട്ടുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ വിസ വരുന്നതായിരിക്കാം, ചിലപ്പോൾ ടിക്കറ്റ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് ഓഫർ വരുന്നതായിരിക്കാം, ഒരു മെയിൽ വരുന്നതായിരിക്കാം. അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട് ഇതിനകത്ത്. വേൾഡ് കാർഡാണ്. ഇതിനകത്ത് കുറേ ട്രാവൽ കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 6 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, 8 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, ഇത് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ ട്രാവലാണ് കാണുന്നത്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രാവലായിരിക്കും. നിങ്ങൾ വിചാരിച്ചിരിക്കാതെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ടതായിരിക്കാം. പക്ഷേ അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണെന്നും ആണ് കാണുന്നത്. നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വിഷമിച്ച് പോകുന്നതല്ല, സക്സസ്സിലേക്ക് പോകുന്ന ഒരു യാത്രയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും എന്നാണ് കാണുന്നത്. പൊതുവേ നല്ലതായിരിക്കും ഇന്നത്തെ ഒരു എനർജി. പേജ് ഓഫ് സോർഡ്സ് ആണ്. ഇതെല്ലാം പുതിയ തുടക്കമാണ്. വളരെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് നിങ്ങൾ. ഇന്നത്തെ ദിവസം വളരെ ഹാപ്പിയാണ്. നിങ്ങൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങളെല്ലാം നല്ല ആക്റ്റീവായിട്ട് ചെയ്യും എന്നാണ് കാണുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇനി നമുക്ക് ടാരോയെക്കുറിച്ച് പറയാം.
അപ്പോൾ ടാരോ പഠിക്കുന്നത് നിങ്ങൾ ആദ്യം നിങ്ങൾ ടാരോ കാർഡ്സ് വാങ്ങി ആ ഒറിജിനൽ റൈഡർ വൈറ്റിൻ്റെ ടാരോ കാർഡ് തന്നെ വാങ്ങണം. അത് വാങ്ങി നിങ്ങൾ കുറേ സമയം ആ ഓരോ കാർഡ്സ് ആദ്യം ക്ലെൻസ് ചെയ്യണം. കാർഡ് വാങ്ങി നിങ്ങൾ ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്തിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ദൈവത്തിൻ്റെ മുന്നിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് ഒരു എനർജൈസ് ചെയ്യണം കാർഡുകൾ. അത് നമ്മൾ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് ഇതിനകത്തുണ്ടാകാം. അപ്പോൾ അത് ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്യണം. അതിന് ശേഷം നിങ്ങൾ കാർഡ് നന്നായിട്ട് ഷഫിൾ ചെയ്യുക. എന്നിട്ട് ഓരോ കാർഡായിട്ട് നിങ്ങൾ എടുത്ത് നോക്കുക. അപ്പം നമ്മൾ ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് ആദ്യത്തെ കാർഡ് ഏതാണ്, അപ്പോൾ ഫുൾ കാർഡാണ് ആദ്യം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് കിട്ടും. അത് നമ്മളൊരു ബുക്കിൽ എഴുതി വെച്ചാൽ മതി. ആദ്യത്തെ ഒരു 2-3 സെൻറ്റൻസ് എഴുതിയാൽ മാത്രം മതി. അങ്ങനെ ഈ 78 കാർഡ്സിൻ്റെ മീനിങ് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് എഴുതി വയ്ക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ഷഫിൾ ചെയ്ത് നമ്മളൊരു 5 കാർഡ് എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ചെറിയ റീഡിങ് എടുക്കുക. നമ്മൾ അറിയാവുന്ന ആൾക്കാരുടെ റീഡിങ് എടുത്ത് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അത് ശരിയായിട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാകുമോ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന്. പിന്നെ ഇതിനകത്തൊരു പാഷൻ വേണം. ഇത് നമുക്കത് ഒരു ത്രില്ല് വേണം ഈ ഒരു കാര്യം. അങ്ങനെയുള്ളവർ മാത്രമേ ടാരോ അത് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരുവിധം പഠിച്ചതിന് ശേഷം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ടാരോയെക്കുറിച്ചൊരു ഏകദേശം ഐഡിയ കിട്ടിയതിന് ശേഷം വേണം നിങ്ങളൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ. അല്ലാതെ ഒരു ക്ലാസ്സിൽ ചെന്നതിന് ശേഷം പഠിച്ചതിന് ശേഷം നിങ്ങൾ അത് ചെയ്യുന്നതല്ലായിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾ ഒരുവിധം ഒന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾ യൂട്യൂബിൽ തന്നെ പഠിപ്പിക്കുന്ന ആരുടെയെങ്കിലും അടുത്ത് പോയി പഠിച്ച് പിന്നെ അപ്പോൾ കുറേ സ്പ്രെഡൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു തരും. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സ്പ്രെഡ് എടുക്കുന്നത് എന്നൊക്കെ അവർ പറഞ്ഞു തരും. പിന്നെ ഇത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏത് അസ്ട്രോളജറുടെ അടുത്ത് പോയി വേണോ നിങ്ങൾക്കത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ടാരോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞത് ആ ആളിൻ്റെ അടുത്ത് തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ആരെടുത്തെങ്കിലും പോയിട്ട് നിങ്ങളുടെ ഗ്രഹനില നിങ്ങൾ ജനിച്ച സമയം കൊടുത്തു കഴിയുമ്പോൾ, കാരണം നമ്മൾ ഇങ്ങനെയായിട്ടുള്ളൊരു കാര്യമൊക്കെ ചെയ്യുന്നത് ആദ്യം അത് ദൈവഹിതമുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് അത് വിശ്വാസമുള്ളവർ അത് ചെയ്യുക. അല്ലാത്ത ആൾക്കാർ ഇപ്പം എനിക്ക് ടാരോ പഠിക്കണം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണെന്ന് മനസ്സിൽ വിചാരിക്കുന്നവർക്കും അത് ചെയ്യാം, കുഴപ്പമില്ല. അത് നമുക്കറിയാമല്ലോ. പിന്നെ ആരോ കമൻറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എത്ര ജന്മങ്ങളുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും മൃഗങ്ങളായും ഒക്കെ, നായായും നരിയായും പുഴുവായും ഒക്കെ നമുക്ക് ജന്മം എടുക്കുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പിന്നെ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് അത്രയും ഉത്കൃഷ്ടമായ ജന്മമാണ്. ഒന്നിലധികം ഒന്നെന്ന് വെച്ചാൽ ഒരുപാട് 100 കണക്കിന് മനുഷ്യജന്മം നമ്മൾ എടുക്കേണ്ടി വരും. എന്നിട്ട് ഓരോ ജന്മത്തിലും നമ്മൾ അത് ക്ലെൻസ് ചെയ്ത് ആ ഓരോ ജന്മം കഴിയും തോറും നമ്മൾ ഓരോ പാഠം പഠിച്ച് നമ്മൾ ക്ലെൻസ് ചെയ്ത് അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ സോള് അടുത്ത ലെവലിലോട്ട് എത്തുന്നു എന്നുള്ളതാണ്. എല്ലാ സോളിനും സാൽവേഷൻ എന്ന് പറയുന്നൊരു കാര്യം, മുക്തിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അത് ഇപ്പം ഇത് ഈ ഹയർ ലെവൽ സോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോളുകളാണ്. അത് ചിലപ്പം ഒരുപാട് ജന്മം എടുത്ത് ഓരോ കാര്യങ്ങളും ക്ലെൻസ് ചെയ്ത് ശുദ്ധീകരണം കഴിഞ്ഞതിന് ശേഷമുള്ള സോളുകളാണ്. ആ സോളാണ് അവസാനം സാൽവേഷനിലേക്ക് എത്തുന്നത്. എല്ലാ ആൾക്കാർക്കും ആ ഒരു സാൽവേഷൻ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്താൻ പറ്റും. അത് ഇപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ കാണുന്ന ആൾക്കാർ, ഭയങ്കര ക്രൂരതയുള്ള ആൾക്കാർക്ക് പോലും സാൽവേഷനിലേക്ക് എത്താൻ പറ്റും. കാരണം അവർ അടുത്ത ജന്മത്തിൽ ഇതിൻ്റെ ഒരു കർമ്മഫലം അനുഭവിച്ച് അടുത്ത വീണ്ടും ജന്മം എടുത്തു. അതിലും കുറേ ക്ലെൻസ് ചെയ്താണ് എല്ലാവരും മുന്നോട്ട് പോണത്. അത് മനസ്സിലാക്കുക. പിന്നെ ടാരോയെക്കുറിച്ച് ബുക്സ് വാങ്ങാൻ കിട്ടും. നിങ്ങളത് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ബുക്കും കൂടി വാങ്ങി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതിന് ശേഷമാണ് നിങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരിക്കും. എന്താണ് എന്നൊരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ ഇതാണ് ടാരോയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അത് എനിക്കറിയാവുന്നത് ഞാൻ അതിൽ നിങ്ങൾക്ക് മറുപടി തരാം. അപ്പോൾ ഇതാണ് ഇന്ന് ടാരോയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മളുടെ ഡിവൈൻ മെസ്സേജ് എല്ലാവർക്കും നല്ലതായിട്ട് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അതെനിക്കറിയാം. കാരണം കമൻറ്റ് നോക്കിയാലും അറിയാം, എൻ്റെ പേഴ്സണൽ മെസ്സേജ് എനിക്ക് വരുന്നതും അറിയാം. അത്രയും ഉത്തരവാദിത്വം എനിക്ക് നിങ്ങളോടും ഉണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി, ഒരുപാഡ് സ്നേഹം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും നിങ്ങളുണ്ട്. എൻ്റെ ഗൈഡൻസ് എപ്പോഴും ആക്യുറേറ്റ് ആയിട്ട് തരണം എന്ന് ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.